ബീഹാർ തെരഞ്ഞെടുപ്പ് പോലും BJPയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരത്തിന് RSSനൊക്കെ വലിയ സന്തോഷം നൽകുന്നതാണ്. അവര് അതിന്റെ പേരിൽ അർമാദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പറഞ്ഞല്ലോ, പ്രതീക്ഷിക്ക പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകുമ്പോൾ അതവര് ഏതൊക്കെ തരത്തിൽ ആഘോഷിക്കും, അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. പക്ഷേ നമ്മുടെ ചില ഇടതുപക്ഷ ഹാൻഡിലുകൾ ഇക്കാര്യത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ അമ്പരപ്പാണ് ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സാധാരണ പ്രവർത്തകരല്ല, അവർക്കൊക്കെ കോൺഗ്രസ് തോറ്റൽ സന്തോഷമുണ്ടാവാം. ബുദ്ധിജീവി നാട്യത്തോടെ സംസാരിക്കുന്ന ആളുകളാണ് അവരുടേതായ ചില ഗ്രൂപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തൊരു സന്തോഷമാണ്! അതൊരു ഗൂഢസന്തോഷമല്ല, വളരെ പ്രകടമായിട്ടാണ് അവർ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ മോശമായിട്ട് പറയുന്നു, കോൺഗ്രസിനെ വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി കഴിവ് കെട്ടവനായതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ചിലർ പറയുന്നത്. വേറൊരാൾ പറയുന്നു, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു നേതാവാണ്, വടക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തെ ആർക്കും ഇഷ്ടമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വളരെ സുചിന്തിതമായ അഭിപ്രായം. മറ്റൊരാൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പ്രവർത്തകർക്ക് എത്താൻ പറ്റുന്നില്ലെന്നാണ്, ആക്സസ് ഇല്ലെന്നാണ്. അതുപോലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് വളരെയേറെ സങ്കടത്തോടുകൂടി പറയുന്ന ആളുകളെയും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് സംഘടന തന്നെ ഇല്ല, സംഘടനാ സംവിധാനമില്ല, അടിയിലോട്ട് സംഘടനയില്ല, മുകളിലോട്ടില്ല, പിന്നെ എങ്ങനെ ജയിക്കാനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ മുമ്പിലെ നായകസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടങ്ങുന്ന സഖ്യത്തെ വിജയിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിനി വേറെ ആളുകളെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ CPM കൂടെ അടങ്ങുന്നതാണല്ലോ. അവരുടെ കേന്ദ്ര കമ്മിറ്റി അതിനോടൊപ്പമാണല്ലോ നിൽക്കുന്നത്, കേരള കമ്മിറ്റി അല്ലെന്നേ ഉള്ളൂ. അവർക്ക് ഇന്ത്യ സഖ്യവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, അവര് വേറൊരു വഴിയാണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ ഈ രാഹുൽ ഗാന്ധിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും? 23% വോട്ട് നേടി, വോട്ട് ഷെയറിൽ അവരാ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഇതാരുടെ കുറ്റമാ? നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുമ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്ന ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്തുകൊണ്ട് ചർച്ചാ വിഷയമാക്കില്ല എന്ന് തേജസ്വി യാദവിനോട് ചോദിക്കുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു നേതാവാണ്, വടക്കേ ഇന്ത്യയിൽ ആർക്കും അദ്ദേഹത്തോട് ഇഷ്ടമില്ല എന്ന് പറയുന്ന ആളുകൾ അവര് ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരു ചെറിയ രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകരൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വളരെ വിമർശന ബുദ്ധിയ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്, വോട്ട് ചോരി പോലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കണ്ടെത്തി ഗവേഷണം നടത്തി അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോട് സംസാരിക്കുകയും അത് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഇദ്ദേഹം ദുർബലനാണെന്ന് നിങ്ങൾക്ക് പറയാം, യാതൊരു സംശയവുമില്ല, ദുർബലനായിരിക്കാം, അതെന്തുമാവട്ടെ. നിങ്ങൾ ആരെയാണ് പകരം ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായിട്ട് കാണുന്നത്? നിങ്ങൾ ഈ കോൺഗ്രസ് വിരോധം കൊണ്ടുവരുന്ന കാലമല്ല ഇത്, ആ കാലം മാറിയിരിക്കുന്നു. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ സംഘപരിവാര ശക്തികള് അവരോട് ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷിയുടെ കൂടെ നിർത്തി അവരുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് മൂർച്ച കൂട്ടി അവരിന്ന് കളം പിടിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിക്കണം. പണ്ട് കോൺഗ്രസിനെ താഴെയിറക്കാൻ വേണ്ടി നടന്ന ഒരു കാലമല്ല ഇത്, ഇത് മറ്റൊരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അപ്പോഴാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി മാറേണ്ടി വരുന്നതിനെ പറ്റി പറയുന്നത്. ഓക്കെ, മാറാം. ആരാണുള്ളത്? പിണറായി വിജയനാണോ? MA ബേബി ആണോ? അതോ ജോൺ ബ്രിട്ടാസ് ആണോ? ആരെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിക്ക് പകരമായിട്ട് വെക്കേണ്ടത്? ഈ സംഘടനാ സംവിധാനം ഇല്ലായിക ശരിയാ. കോൺഗ്രസിന് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വേണ്ടത്ര ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ളത് ശരിയാ. നിങ്ങളീ പറയുന്നത് നിങ്ങളുടെ CPMന് എത്ര സംസ്ഥാനങ്ങളിലൊരു സംഘടനാ രൂപമുണ്ട്? ബംഗാളിലെയും ത്രിപുരയിലൊക്കെ കാര്യം എന്താണ്? അവിടുത്തെ അവസ്ഥ എന്താണ്? ഇത് നമ്മൾ ഒത്തിരി പറഞ്ഞ കാര്യങ്ങളാ, പറഞ്ഞിട്ട് വലിയ കാര്യവുമില്ല. കേരളത്തിലെ ഈ പാർട്ടി എവിടെയാ ഉള്ളത്? നിങ്ങൾ എന്നിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക. രാഹുൽ ഗാന്ധിയോട് പ്രവർത്തകർക്ക് ആക്സസ് ഇല്ലെന്ന ഒരു പരാതി. ചേട്ടാ, സ്വന്തം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട സംസ്ഥാനമാണ് കേരളം. ആ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് ഈ പറയുന്നത് ആക്സസ് ഇല്ല പോലും. രാഹുൽ ഗാന്ധിയും പഴയ ആളല്ല, അദ്ദേഹത്തിന് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിനാര് എന്ന ചോദ്യത്തിന് ഉത്തരേന്ത്യക്കാർക്ക് ആർക്കും രാഹുൽ ഗാന്ധിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് പറയുന്നവര് ഒരു ചെറിയ സൂചനകളെങ്കിലും നൽകേണ്ടതാണ്. കൃത്യമായ മറുപടി വേണ്ട. ഈ CPM വോട്ട് ചോരി എന്ന് പറയുന്ന ക്യാമ്പയിനെ കുറിച്ച് എവിടെയെങ്കിലും സംസാരിച്ചിട്ടെങ്കിലുമുണ്ട്? അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? ബീഹാർ ഇലക്ഷൻ നടന്നല്ലോ, അവിടെ CPMന്റെ കുറെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നല്ലോ. അവിടെയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രചാരണത്തിന് പോയിട്ടുണ്ടോ? അദ്ദേഹം ഒന്ന് വിദേശത്തായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ കാലത്തെ ജംഗിൾ രാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് BJPയും JDUവും നടത്തിയ പ്രചാരണം ഫലം കണ്ടുവെന്നാണ് മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഈ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ ഈ ബുദ്ധിജീവികളെ, ഇടത് ബുദ്ധിജീവികളൊന്നും പറയാത്തത്?
ഈ വിമർശനം ഉന്നയിക്കുന്നവര് അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒറ്റതിരിച്ച് വിമർശിക്കുന്നവർ കോൺഗ്രസ് പിളരണമെന്ന മോദിയുടെ ആഗ്രഹം പങ്കുവയ്ക്കുന്നവരാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതനിരപേക്ഷതയും നാനാത്വത്തിൽ ഏകത്വവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കണ്ടേ? ആ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ BJP-ക്കാർക്കല്ല, അത് ഇന്ത്യയിലെ BJP അതിലെ കക്ഷികൾക്കാണ്. അതിനെക്കുറിച്ചാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത്. വലിയ തോൽവി സംഭവിച്ചു എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയാം. ഇതുകൊണ്ട് വോട്ട് ചോരി പോലെയുള്ള കാമ്പയിനുകൾ അവസാനിക്കാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നതാണ് ഈ വോട്ട് മോഷണം. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അന്വേഷണങ്ങൾ തീർച്ചയായും തുടരുക തന്നെ ചെയ്യണം.